ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആരെന്നോ എന്തെന്നോ അറിയാതെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ചേച്ചിമാരും അമ്മമാരും അനിയത്തിമാരുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നിന്ന് ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ് അക്കൗണ്ടിൽ മെസ്സേജ് അയക്കാറുണ്ട്, എന്താ ചേച്ചി അല്ലെങ്കിൽ എന്താ മോളെ വീഡിയോസൊന്നും കാണാനില്ലല്ലോ, എന്ത് പറ്റി, സുഖമാണോ, വീഡിയോസൊക്കെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനൊന്നും ചെയ്യാതെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ടല്ലോ എന്ന് എനിക്കത് ഒത്തിരി സന്തോഷമാണ്. ഇപ്പം കിട്ടാത്ത സ്നേഹത്തിൻ്റെ ബാക്കിൽ പോയി സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല എന്ന് എനിക്ക് ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായി. എന്നും പറഞ്ഞ് ഞാൻ അവരെയും വെറുപ്പിക്കില്ല, അവരോട് എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ, ഇങ്ങനെ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാനതാ ഇത് എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് 2 ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്ലാന്റ്സിൽ ഒന്നാണ്. ഈ ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് എന്നോടൊപ്പം കൂടിയിട്ട് ഏകദേശം 4-5 വർഷമായി കേട്ടോ. കറക്റ്റ് ഒരു 5 വർഷം വരെ അടുപ്പിച്ചായി. അപ്പോൾ ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു പ്ലാന്റാണ്. കാരണം എൻ്റെ സന്തോഷവും ചെറിയ ചെറിയ സങ്കടങ്ങളും എല്ലാം ഈ പ്ലാന്റ്സിനറിയാം. അപ്പോൾ ഇതിനെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, അത് അങ്ങനെ തലമുറയായി എന്നോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഈ വാട്ടർ മെലൺ ബിഗോണിയ പ്ലാന്റ് കേട്ടോ, നല്ല ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഒരു ചെറിയൊരു പീസ് എനിക്ക് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. വളരെ ചെറിയൊരു പീസ് കരിയിലയുടെ ഇടയിൽ കിടന്നതാണ്. അതിനെ ഞാൻ കൊണ്ടുവന്ന് ഒരു ചട്ടിയിൽ ഒരു നമ്മൾ ക്രിസ്മസ് ട്രീയുടെ താഴെയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ അങ്ങ് സ്പ്രെഡായി. അപ്പോൾ അതിന് ഞാൻ ക്രിസ്മസ് ട്രീക്ക് എപ്പോഴും വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർന്നതങ്ങ് വളർന്നു നല്ല രീതിയിൽ സ്പ്രെഡായി. അങ്ങനെ പിന്നെ ആ ചെടീൻ്റെ വളർച്ചയ്ക്ക് ബാധിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. മാറ്റി നമ്മുടെ ഈ ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ചു. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സാണ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, സ്മോക്കിംഗ് പ്ലാന്റ്. ഇതിനൊരു ഫ്ലവർ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്ലവർ വിരിയുന്ന സമയത്ത് പൂമ്പൊടി വെളിയിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പുക പോകുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതറിയാത്തവരാണെങ്കിൽ പെട്ടെന്നൊന്ന് പേടിച്ചു പോകും, അല്ലെങ്കിൽ അത്ഭുതപ്പെടും, അയ്യോ ഇതെന്തോ ഒരു അതിശയ ചെടിയാണെന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ പൂമ്പൊടി അത് വെളിയിലേക്ക് ഇങ്ങനെ തള്ളുന്ന ഒരു പ്രോസസ്സാണ്, വെളിയിലോട്ടേക്ക് കളയുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ തളിരിലകൾ ഒത്തിരി ഉണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇത് ബാൽക്കണിയിൽ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ പോട്ടും ഇങ്ങനെ ഏകദേശം 4 വർഷത്തിന് മുമ്പേ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുവരെയ്ക്കും അത് ഒരു ചെറിയ കളറ് മങ്ങലുണ്ടെങ്കിലും ഞാൻ കളയാതെ വെച്ചിരിക്കുന്നത് അത്രയും നല്ല ഒരു പോട്ടാണ്. അതെനിക്ക് എൻ്റെ തുടക്കകാലം ഈ ഹാങ് പോട്ട് ഞാൻ വാങ്ങിയതിൽ ഫസ്റ്റ് വാങ്ങിയതായിരുന്നു. ഇതിൻ്റെ പെട്ടെന്ന് കളയാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത് നല്ല ഇതൊക്കെ ഒത്തിരി വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ പകുതി ഭാഗങ്ങൾ കാണാനില്ലാത്തതിന് കാരണം 2 കള്ളന്മാരാണ്. അത് കള്ളനോ കള്ളിയോ ഒന്നും എനിക്കറിയില്ല, കാരണം കാക്കകളാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം നോക്കിയ സമയത്ത് ഞാൻ പുറത്ത് നിന്നപ്പോൾ ഇതിൻ്റെ ഒരു ഇല എൻ്റെ തലയിൽ കൂടെ അങ്ങനെ തട്ടി അങ്ങനെ വീണു. ഞാൻ അങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ ബാക്കിൽ നിന്ന് എൻ്റെ ഈ വാട്ടർമെലൺ ബിഗോണിയല പ്ലാന്റ് അങ്ങനെ കുത്തിക്കൊണ്ടൊരു കാക്ക പോണു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത കാക്ക വന്ന് നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് മുട്ടിച്ചുകൊണ്ട് ഒരു കൂട് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, അത് കൊത്തിയെടുത്തതിന് ശേഷം പുതിയ ഗ്രോത്തുകൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ, സൂപ്പറായിട്ട് തന്നെ വളർന്നു വന്നോളൂ. ഇതാണ് അതിൻ്റെ ഫ്ലവർ ആയിട്ട്. അപ്പോൾ ഇത് മുട്ടാണ്. അപ്പോൾ ഇതിൽ വെള്ളം വീഴുമ്പോഴോ മഴ പെയ്യുമ്പോഴോ സൂര്യപ്രകാശം തട്ടുമ്പോഴൊക്കെ ഇത് എന്ത് ചെയ്യുന്നറിയാമോ, കൂടുതലും വെള്ളം വീഴുമ്പോഴാണ് കേട്ടോ സ്പ്രേ ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്നും ആവണ്ട, അതിൽ നിന്നും ഈ പൂമ്പൊടി ഇങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തപോലെ പുക പോലെ അങ്ങ് പോകും. അതാണ്, അല്ലാതെ ഇത് ഒരു അത്ഭുത ചെടി എന്നല്ല. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ഈ പ്രകൃതിയിൽ നടക്കുന്ന ഒരു അത്ഭുതങ്ങളിൽ ഒന്നാണ്. അറിയാമെന്നുള്ളവർ അതിശയപ്പെടും. ഇതെന്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഈ ചെടികളെ അടിച്ചു മാറ്റി കൊണ്ടുപോയി വയ്ക്കുന്ന ഒരു മരമുണ്ട്. അതാണ് ഇതായി കാണുന്ന മരം. അത് മാവാണ് കേട്ടോ, നല്ലൊരു വലിയ മാവാണ്. അതിലാണ് കൊണ്ടുവന്ന് കൂട് കൂട്ടി വെച്ചിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഇത് അവിടെ ഇരുന്ന് വളർന്നോളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എൻ്റെ ടാങ്കിൾ ഹാർട്ട് പ്ലാന്റ് താഴെ ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ പോട്ടിൻ്റെയും ചോട്ടിൽ ഞാൻ ഓരോന്നും ഇട്ടിട്ടില്ല.
വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരാഴ്ചയിൽ 3 തവണ കറക്റ്റ് വെള്ളമായിരിക്കും. നല്ല രീതിയിൽ വളരും കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെടിയിൽ ഒന്നാണിത്. ഇതിൻ്റെ ഇലയുടെ ഭംഗി എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് ഇതിനോട് അത്ര മാത്രം എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. എൻ്റെ സന്തോഷത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്താണ് പോകുന്നത്. എൻ്റെ ഇലകളിൽ തൊടുമ്പം തന്നെ എൻ്റെ പകുതി ടെൻഷനും പോകാറുണ്ട് കേട്ടോ. വട്ടാളമെന്ന് വിചാരിക്കരുത്, പക്ഷേ അത് എൻ്റെ ടെൻഷൻ റിലീഫ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിന് അത്ര ഇഷ്ടമാണ്. അതുപോലെയാണ് പോത്തോസും. എല്ലാ ചെടികളും ഇഷ്ടമാണ്, എന്നാലും ഒരു സ്പെഷ്യൽ സ്നേഹം എനിക്ക് ഇതിനോടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാക്സിമം ഒരു ഇമോജിയെങ്കിലും ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.